അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 42. അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി. ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു, നിശ്ചയം അല്ലാഹു തആല ഇഷ്ടപ്പെടും, അൻ യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹു തആല അവൻ ചെയ്ത് നൽകിയ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, അത് കാണപ്പെടല്ലേ. അലാ അബ്ദിഹി, തന്റെ അടിമയുടെ മേൽ അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങൾ അത് കാണപ്പെടുന്നത് അല്ലാഹു തആലക്ക് വളരെയധികം ഇഷ്ടമാണ്. അല്ലാഹു തആല അവന്റെ അടിമക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ, അവന്റെ അടിമക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അവനിൽ കാണുന്നത് അല്ലാഹു തആലക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു തആല ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, ജീവിതത്തിൽ ഐശ്വര്യം നൽകി എങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. വസ്ത്രത്തിലും പാർപ്പിടത്തിലും വാഹനത്തിലുമൊക്കെ അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ നിഴലിച്ചു കാണുന്നത് ഒരിക്കലും തെറ്റല്ല എന്നർത്ഥം. സാധാരണ ജീവിതത്തിൽ നാം വസ്ത്രം ധരിക്കുമ്പോൾ അല്പം ഭംഗിയുള്ളതും ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ വീട്, നമുക്ക് താമസിക്കാൻ ആവശ്യമായ ഭംഗിയും സൗകര്യങ്ങളുമുള്ള വീട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ആഡംബര വീട് വേണം എന്നതല്ല. ആഡംബര വീട് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആവശ്യമായ വീട്, നമുക്ക് താമസിക്കാൻ, നമുക്കും നമ്മുടെ കുടുംബത്തിനും താമസിക്കാൻ ആവശ്യമായ വീട്, അതിന് സൗകര്യമുള്ള വീട്, ആ വീട് അതിനാവശ്യമായ രൂപത്തിൽ ഭംഗിയോടുകൂടെയും വൃത്തിയോടുകൂടെയും ഉണ്ടാക്കുന്നതും വൃത്തി കാത്തു സൂക്ഷിക്കുന്നതും നല്ലവണ്ണം പെയിന്റിങ് ചെയ്ത് വൃത്തിയോടുകൂടെ ഭംഗിയോടുകൂടെ സൂക്ഷിക്കുന്നതും ഒരിക്കലും ഇസ്ലാം തെറ്റായിട്ട് കൽപ്പിച്ചിട്ടില്ല. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, വീട്ടിൽ ബറക്കത്തുണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും ഒക്കെ എപ്പോഴും വീട് വൃത്തിയും ഭംഗിയുമുള്ളതായിട്ട് സൂക്ഷിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ വീടിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോ വീട്ടിൽ ലക്ഷണക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസ് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിവരിക്കാം. പക്ഷെ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചപ്പോൾ വീടിന്റെ മുൻഭാഗം വിശാലമായ മുറ്റം, അത് വിശാലമായിരിക്കണം, അല്ലെങ്കിൽ വീടിന്റെ മുറ്റം ഒരല്പം സ്ഥലം കൂടുതൽ ഉണ്ടായിരിക്കണമെന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചത് കാണാം. അപ്പോ വീട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിന്റെ ഭംഗിയും വൃത്തിയും എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുമുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായ രൂപത്തിൽ വീട് ക്രമീകരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അതേപോലെ തന്നെ വാഹനം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വാഹനം അനിവാര്യമാണ്. തന്റെ ഫാമിലിയുമായിട്ട് യാത്ര ചെയ്യാനും മറ്റുമൊക്കെ അനുയോജ്യമായ ഒരു വാഹനം ആവശ്യമാണ്. ഇത് അല്ലാഹു തആല തന്ന അനുഗ്രഹം കൊണ്ടൊരു വാഹനം വാങ്ങുന്നത് ഒരിക്കലും തെറ്റല്ല, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതിലും ആഡംബരം നമ്മൾ ഉപേക്ഷിക്കണം. ഒരുപാട് ക്യാഷ് ചെലവഴിച്ച് വെറുതെ ഒരുപാട് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം നമുക്ക് ആവശ്യമായത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച ഓരോരുത്തർക്കും അനുയോജ്യമായ വാഹനങ്ങൾ നമ്മൾ വാങ്ങാവുന്നതാണ്. ഓരോരുത്തരും ചിലപ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള, സമൂഹത്തിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ വളരെ ചെറിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ അവരുടെ സ്റ്റാൻഡേർഡിനെ അത് ബാധിക്കും. അങ്ങനത്തെ ആളുകൾ അവരുടെ മഖാമിനോട് യോജിച്ചതായ, അവരുടെ സ്ഥാനത്തിന് യോജിക്കുന്നതായ വലിയ വാഹനം ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ ആഡംബരം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള വാഹനങ്ങൾ വാങ്ങുന്നതും മറ്റുമൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം, നമ്മിൽ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ വസ്ത്രമായാലും വീടായാലും വാഹനങ്ങളായാലും ആഡംബരത്തിലൂന്നാതെ, അല്ലെങ്കിൽ ആഡംബരത്തിലേക്ക് പോകാതെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ വൃത്തിയിലും ഭംഗിയിലും സൂക്ഷിക്കുക എന്ന നിലക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്നാണ് ഈ ഹദീസിന്റെ സാരം.
അള്ളാഹു താല നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമാറാകട്ടെ. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിച്ച് കാണാനും മറ്റുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമ്പത്ത് പടച്ചവൻ തന്നിട്ടും അത് ഉപയോഗിക്കാതെ പിശുക്ക് കാണിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.